ഇപ്പോഴത്തെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ രീതി എന്താണ്? മുഖ്യമന്ത്രി നേരിട്ട് ജനങ്ങളോട് പരാതികൾ കേൾക്കുന്ന ഒരു രീതിയല്ല. കാരണം അദ്ദേഹം വലിയ ഒരു അകമ്പടിയോടുകൂടി ചീറിപ്പാഞ്ഞ് റോഡേകൂടെ പോകുന്നത് ജനങ്ങൾക്ക് കാണാൻ മാത്രമേ പറ്റത്തുള്ളൂ. അല്ലാതെ ജനങ്ങളുമായിട്ട് ഈ ഉമ്മൻചാണ്ടി നടത്തിയതുപോലെ ഒരു ജനസമ്പർക്കം ജനങ്ങളുടെ ആയിട്ട് ഇടപെട്ട് പരാതികൾ കേൾക്കുന്നൊരു പരിപാടി അവർക്കില്ല, അദ്ദേഹത്തിനില്ല. അതേസമയം ഇപ്രാവശ്യം അദ്ദേഹം ദുബായിക്ക് പോയപ്പോഴത്തേക്കും ദുബായിൽ ഉച്ചയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഭക്ഷണം യൂസഫ് അലിയുടെ വീട്ടിലായിരുന്നു. അതിനുശേഷം വൈകുന്നേരത്തെ ഭക്ഷണം ഒരു 10-30 ബിസിനസ്സുകാരുടെ കൂടെ ആയിരുന്നു വൈകുന്നേരത്തെ ഭക്ഷണം. അപ്പോൾ ബിസിനസ്സുകാർക്ക്, പണക്കാർക്ക് അദ്ദേഹത്തോട് നേരിട്ട് കാര്യങ്ങൾ പറയാനുള്ള ഒരു അവസരം കേരളത്തിന് പുറത്ത് അദ്ദേഹം ഒരുക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിലെ സാധാരണ മനുഷ്യർക്ക് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോട് നേരിട്ട് പരാതികൾ പറയാനുള്ള ഒരു അവസരം അദ്ദേഹം ഒരുക്കാറില്ല. അപ്പോൾ അങ്ങനെയാണ് ഉമ്മൻചാണ്ടി, അതിനു മുമ്പ് നയനാർ, അതുപോലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അവരുടെ ഒരു സ്റ്റേറ്റ് ലെവലിലുള്ള ജനറലായിട്ടുള്ള പരാതി പരിഹാര മെത്തേഡും രീതിയും സമീപനവും ഒക്കെ. അപ്പോൾ ഇത് കൂടാതെ BJP ലക്ഷ്യം വെക്കുന്ന വേറൊരു കാര്യം ടെക്നോളജി ഉപയോഗിച്ച് വികേന്ദ്രീകൃതമായിട്ട് പരാതി പരിഹരിക്കുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഈ എൽഡേഴ്സിൻ്റെ പ്രായമായവർക്കുള്ളൊരു ഹെൽപ്പ് ലൈൻ ഉണ്ട്. 4-5 ഡിജിറ്റുള്ള ഒരു നമ്പറുണ്ട്, 14567 എന്ന മറ്റോ. അപ്പോൾ അതിൽ വിളിച്ചു കഴിഞ്ഞാൽ പ്രായമായവർക്ക് ഉള്ള സേവനങ്ങളും ഹെൽപ്പും ഒക്കെ കിട്ടുന്ന ഒരു ഹെൽപ്പ് ലൈനാണത്. സ്ത്രീകൾക്ക് ഹെൽപ്പ് ലൈൻ സർവീസ്, ചൈൽഡ് ലൈൻ പിള്ളേർക്കുള്ളത്, കുട്ടികൾക്കുള്ളത്. അതുപോലെ ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡിൽ നമ്മുടെ ഒരു കറണ്ടില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു വാട്സാപ്പ് നമ്പറിലേക്ക് നമുക്ക് നമ്മളുടെ കറണ്ടില്ല, അതിൻ്റെ പ്രശ്നം എന്താണ് എന്നുള്ളത് അറിയിക്കാൻ, കൺസ്യൂമർ നമ്പറോട് അറിയിക്കാനുള്ള സംവിധാനം കേരളത്തിലുണ്ട്, KSEBയുടെ. അതുപോലെ എല്ലാ സേവനങ്ങൾക്കും അതേപോലത്തെ ഒരു പരിപാടി. ഇപ്പോൾ നമുക്ക് വെള്ളമില്ല, കറണ്ടില്ല, റോഡിലൊരു കുഴിയുണ്ട്, അപ്പോൾ അതുപോലെ കാന ക്ലീനല്ല, വേസ്റ്റ് എവിടെയെങ്കിലും കൂടി കിടക്കുന്നു, ഇതിനെല്ലാത്തിനും ഓരോന്നിനും ഓരോരോ ഹെൽപ്പ് ലൈനുകൾ ഇതേപോലെ ഉണ്ടാകുക. അപ്പോൾ അതെല്ലാം ടെക്നോളജി ഡ്രിവൺ ആകും. അപ്പോൾ അതിനുള്ള ഒരു റെസ്പോൺസ് ഇമ്മീഡിയറ്റ്ലി വരുന്ന രീതിയാണ് BJP ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ വികേന്ദ്രീകൃതമായിട്ട് ഒരാൾ പരാതികളൊക്കെ ഇപ്പം ചീഫ് മിനിസ്റ്റേഴ്സ് ഗ്രീവൻസ് സെല്ലിലേക്ക് പരാതികൾ ഇമെയിലായിട്ട് അയക്കുന്നതിന് പകരം ഇത് ഓരോരോ വകുപ്പുകളും ഓരോരോ വിഷയങ്ങൾക്കും പ്രത്യേകം ഹെൽപ്പ് ലൈനുകളും ഗ്രീവൻസ് റിഡ്രസലിനുള്ള മെത്തേഡും മെക്കാനിസവും പ്രൊസീജിയറും ഒക്കെയുള്ള ഒരു രീതിയാണ് BJP ലക്ഷ്യം വെക്കുന്നത്.